അസ്സലാമലൈക്കും മാബിൻഡക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ക്രീമാണ് കേട്ടോ. മുഖത്തൊക്കെ തേക്കാൻ കുട്ടികൾക്കൊക്കെ പെരുന്നാളിനൊക്കെ നല്ല ഇഷ്ടമായിരിക്കുമല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ. ഓൽക്ക് മൈലാഞ്ചി ഇടണം, ക്രീം തേക്കണം, എന്തൊക്കെ പരിപാടി അറിയോ. അപ്പോൾ എന്നോട് പറഞ്ഞൊരു ക്രീം ഉണ്ടാക്കിയൊക്കെ എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. അപ്പോൾ ഞാനൊരു ക്രീം ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളക്കിഴങ്ങും ഒരു തക്കാളി കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് മതി, ഓക്ക് സിനുവിന് മാത്രം മതി. സിനു പറഞ്ഞ ഇവിടുത്തെ മോളാട്ടോ, സ്കൂളിൽ പോയതാണ്. അപ്പോൾ ഞാൻ വരുമ്പോഴത്തേനൊന്ന് ഉണ്ടാക്കി വെക്കാം. ഇനിയിപ്പോൾ നോമ്പ് ഇതൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ ഇന്നൊന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഒരു കിഴങ്ങാണ് ഞാൻ എടുത്തത്, ഒരു ഉരുളക്കിഴങ്ങ്. നല്ല അടിപൊളി റിസൾട്ട് ആയിക്കോട്ടെ അതിന്. അപ്പോൾ വേണമെങ്കിൽ ഞാഞ്ഞിട്ടല്ല, ഞാൻ ഒന്നെടുത്തേന്നുള്ളൂ. പിന്നെ ഒരു തക്കാളി ഇതും കൂടി മുറിച്ചിടാം നമുക്ക്. ഇത് അടിച്ചിട്ട് വേണം കേട്ടോ ഇത് എടുക്കാൻ. രണ്ടും കൂടി കൊടുത്ത് ഒന്നിച്ചരക്കരുത്. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ അത് അരച്ചെടുത്തിട്ടോ. ഇതൊന്ന് ഇതിക്ക് ചെറിയ എന്താണ് കണ്ണിയുള്ള അരിപ്പഴട്ടോ എടുക്കണ്ടേ. നമുക്ക് ഇതിലൊരു ഇതുണ്ടാവും, ഇതാണ് ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു പൊടി ഉണ്ടാവുമല്ലോ, അതാണ് എടുക്കേണ്ടത്. വെള്ളം ചേർക്കാതെ അരച്ചിരുന്നു, അതുകൊണ്ട് ഇങ്ങോട്ട് ചാടില്ല. ഞാനൊരു ഇത്തിരി വെള്ളം ഒഴിച്ചതാണ്, കുറച്ച് ചാടിക്കോളും എന്ന് വിചാരിച്ച്. ഇങ്ങനെ എടുത്താൽ മതി. ഇനി ഇതുപോലെ നമുക്ക് തക്കാളി ഒന്ന് അരിക്കണം. അങ്ങനെ ആക്കിയാൽ മതി. എന്നാ കണ്ടോ നീര് ചാടണ്. അപ്പോൾ അതാ ഞാൻ അരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു കിഴങ്ങ് മതി കേട്ടോ. ഒരു തക്കാളീൻ്റെ 1.5 തക്കാളി എടുത്തിരുന്നു. അപ്പോൾ ഞാനൊരു കഷ്ണവും പിന്നെ ഒന്നും എടുത്ത് ഒരു ചെറുതും എടുത്ത്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കട്ടെ. ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിവാക്കുക നമ്മൾ. അപ്പോൾ അവർക്ക് പെരുന്നാളിനൊന്ന് ഫോമാക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞ് പോയതാണ്. അപ്പോൾ മൈലാഞ്ചി ഇടണം എന്നൊക്കെ പറയുന്നുണ്ട്. 2-3 പ്രാവശ്യമൊക്കെ ഇട്ടാലല്ലേ ചുമന്ന് വരുള്ളൂ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച്. അതൊന്നും ഇനി നമുക്ക് വേണ്ട. അപ്പോൾ അതൊന്ന് നമുക്ക് ഇതൊന്ന് ഊറി അതിൻ്റെ പൊടിയൊക്കെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ വന്നിട്ട് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. വെള്ളം തിളപ്പിച്ചിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലിങ്ങനെ ശരിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഈ വെള്ളം ഇതിൽ നിന്നൊന്നിങ്ങനെ ഊറ്റിയെടുക്കുക. ഇതുണ്ടോ ഇതിൻ്റെ പൊടി. നമുക്കിത് ഇതിലേക്ക് ഒഴിവാക്കുക. നമുക്കതൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതും കൂടി ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഞാനൊരു ചട്ടിയിൽ വെള്ളം അവിടെ ചൂടാക്കാൻ വെച്ചാണ് കേട്ടോ. അതൊന്ന് തിളച്ച് വരണം. പെട്ടെന്ന് പിന്നെ എന്താണ് അടുക്കളയൊക്കെ നന്നാക്കും വേണം കേട്ടോ. അല്ലെങ്കിൽ ഈച്ച കൊതുക് ഒക്കെ ഉണ്ട് ഇവിടെ, എല്ലായിടത്തും ഉണ്ടല്ലേ. അപ്പോൾ മഴക്കാലമായതുകൊണ്ട് ചൂടാട്ടെ വെള്ളം. അപ്പോൾ വെള്ളം ചൂടായി വന്നു കേട്ടോ. നമ്മളിത് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. ഞാനിത് ഇങ്ങനെ ഇളകി പോവാതെക്കാൻ വേണ്ടി ഇങ്ങനെ ഈ സാധനം കൊണ്ട് ഇങ്ങനെ പിടിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഇതിലേക്ക് വീഴാതെ നോക്കിയാൽ മാത്രം മതി. നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. കിഴങ്ങിൻ്റെയും തക്കാളിൻ്റെയും ഒന്നും കാര്യം ഇപ്പോൾ നമ്മൾ എടുത്ത് ഇങ്ങനെ കുറേ പറയേണ്ട ആവശ്യമില്ല. അപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്.
വെറുതെ കുറേ സമയം നമ്മളെ ഇടങ്ങാറാക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് പെട്ടെന്ന് തീയൊന്ന് കൂട്ടി വെച്ചതാണ്, കുറച്ച് വെച്ചതേ. വെള്ളം ഇതിലേക്ക് തിളച്ച് തെറിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം നിങ്ങളിതുപോലെ കണ്ടോ, ഇത് കുറുകി വന്നു. അത്രയും മതി. നമുക്ക് തീ ഓഫാക്കി. അപ്പോൾ അതാ അങ്ങനെ കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, നല്ലൊരു ക്രീം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിക്കൊരു ഇച്ചിരി ഗ്ലിസറിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ വിറ്റാമിൻ ഗുളിക വേണമെങ്കിൽ പിന്നെ ഒന്ന് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇതാ ഇടണുള്ളൂ ഒന്ന്. റോസ് വാട്ടർ ഉണ്ടെങ്കിൽ ലേശം അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. തോനെ വെള്ളമാക്കണ്ട നമുക്ക്. വേണ്ട, ഇത് കുട്ടികളൊക്കെ മുഖത്താണ് തേച്ചാണ്ടല്ലോ. ഏത് പ്രായക്കാർക്കും തേക്കാൻ പറ്റുന്ന സാധനമാണ്. നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. കുട്ടികളൊക്കെ ഒന്ന് പെരുന്നാളിനൊക്കെ ഒന്ന് ഉഷാറാവട്ടെ. മുഖമൊക്കെ ഒന്ന് വെളുത്ത ആൾക്കാർ ഒന്നും കൂടി ഒന്ന് ഉഷാറായിക്കോളും. വെളുക്കാത്തവർക്ക് വെളുക്കും ചെയ്യും. അപ്പം അത്രയാണ്. ഇതാണ് ഇന്ന് നമ്മളെ വീഡിയോ കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. ഇപ്പോൾ അതാ കണ്ടോ, നല്ലൊരു ക്രീമാണ്. കാരണം ഇത് ഉരുളക്കിഴങ്ങിൻ്റെ പിന്നെ ഇതൊക്കെ ആയതുകൊണ്ട് തക്കാളിയും അതിൻ്റെ ഗുണങ്ങൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതിൽ നിങ്ങൾക്കൊക്കെ അറിയാം. അത് നല്ലതാണ്. മുഖം വെളുക്കാനും ഒരു സോഫ്റ്റ് ആകാനൊക്കെ നല്ലതാട്ടോ. അത് ഞങ്ങളിങ്ങനെ തേച്ച് കൊടുക്കുക മുഖത്തും കൈമേലും മേലൊക്കെ തേക്കട്ടോ. അപ്പോൾ ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം എല്ലാവരോടും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.